എംപിയെ കണ്ടു പഠിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കളെ ഉപദേശിച്ചിരിക്കുകയാണിപ്പോൾ രാഹുൽ ഗാന്ധി. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ച ഉന്നത നേതാക്കളോടാണ് രാഹുലിന്റെ ഈ പ്രതികരണം. കോൺഗ്രസ് എംഎൽഎമാർ ബിജെപി പാളയത്തിൽ കൂട്ടത്തോടെ ചേക്കേറുന്ന സാഹചര്യത്തിലാണ് രാഹുലും നിലപാട് വ്യക്തമാക്കിയത്. സ്വന്തം തട്ടകത്തിൽ തകർന്നടിഞ്ഞിട്ടും ത്രിപുരയിൽ നിന്നുള്ള സിപിഎം വനിതാ എംപി സ്വീകരിച്ച കടുത്ത നിലപാടാണ് രാഹുൽ ഗാന്ധിയെ അമ്പരപ്പിച്ചത്. ഒരു നിവേദനം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സന്ദർശിച്ച ഝർണാദാസ് എംപിയോട് ബിജെപിയിൽ ചേരാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു. ഞാൻ കാണാൻ വന്നത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയെയാണ്, ബിജെപി അധ്യക്ഷനെയല്ല എന്നായിരുന്നു ഇതിനുള്ള എംപിയുടെ മറുപടി. പണവും അധികാരവും ഉണ്ടെങ്കിൽ എന്തും വിലക്കെടുക്കാമെന്ന അധികാര ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു അത്. പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം ആവേശത്തിലാക്കിയ സംഭവമായി ഈ പ്രതികരണം ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. കനൽ ഒരു തരിമതി ആളിപ്പടരാൻ എന്ന് കമ്മ്യൂണിസ്റ്റുകൾ പറയുമ്പോൾ കളിയാക്കിയവർ പോലും ആ ചങ്കുറപ്പിന് മുന്നിൽ നമിച്ചു പോയെന്നതാണ് സത്യം. പണത്തിനും അധികാര സ്ഥാനങ്ങൾക്കും പിന്നാലെ പാർട്ടി ജനപ്രതിനിധികൾ ഓടുമ്പോൾ രാഹുലിന് ഝർണാദാസിനെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നതും ആ കമ്മ്യൂണിസ്റ്റിന്റെ ആത്മാർത്ഥത കണ്ടതുകൊണ്ട് മാത്രമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ പോലും കൊടുപ്പിക്കാതെ ബിജെപി സമ്പൂർണ്ണ വിജയം നേടിയ സംസ്ഥാനത്ത് ഇപ്പോഴും ചുവപ്പിന്റെ പ്രതീക്ഷയാണ് ഈ വനിതാ പോരാളി. രാജ്യസഭയിൽ ത്രിപുരയിൽ നിന്നുള്ള ഏക എംപിയായ ഝർണാദാസ് അസാമാന്യ ധീരതയുള്ള വനിതയാണ്. ത്രിപുരയിൽ തീവ്രവാദം കൊടികുത്തിവാണ 90കളിൽ ഇവരുടെ വീട് ആക്രമിച്ച് ഭർത്താവിനെ കൺമുന്നിലിട്ടാണ് അക്രമികൾ വെട്ടിക്കൊന്നിരുന്നത്. തീവ്രവാദികളെ ചെറുത്തു തോൽപ്പിച്ച ആ ധീരതയുടെ മനസ്സ് കാണാതെ പോയതാണ് അമിത്ഷായ്ക്ക് പറ്റിയ വലിയ പിഴവ്. അദ്ദേഹം കരുതിയത് ഗോവയിലും കർണാടകയിലും മഹാരാഷ്ട്രയുമെല്ലാം കൈഞ്ഞൊടിച്ചപ്പോൾ കോൺഗ്രസ് എംഎൽഎമാർ ഓടിയെത്തിയ പോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരെയും കാവി അണിയുമെന്നായിരുന്നു. ഒരു മാർക്സിസ്റ്റ് ഒറ്റയ്ക്കാണെങ്കിലും അവസാന ശ്വാസം വരെ കാവി രാഷ്ട്രീയത്തിനെതിരെ പൊരുതുമെന്ന സന്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഝർണാദാസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സമ്പൂർണ്ണ പരാജയത്തിൽ നിന്നും കൂടുതൽ കരുത്താർജിക്കുന്നതാണ് ചുവപ്പ് പ്രത്യയശാസ്ത്രമെന്നും അവർ എതിരാളികളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സംഭവം ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായത് ബിജെപിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൂറുമാറ്റം നടത്തി എതിർ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന നിലപാടിനേറ്റ കനത്ത പ്രഹരമാണിത്. ഗോവയിലെ 15 കോൺഗ്രസ് എംഎൽഎമാരിൽ 10 പേരെയും ഒറ്റയടിക്കാണ് ബിജെപി അടർത്തി മാറ്റിയിരുന്നത്. കൂറുമാറ്റത്തിന് നേതൃത്വം കൊടുത്തവർക്ക് മന്ത്രിസ്ഥാനവും നൽകുകയുണ്ടായി. കർണാടകയിൽ പയറ്റിയതും വാഗ്ദാന രാഷ്ട്രീയം തന്നെയാണ്. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ബിജെപിയായി മാറിയത്. കോൺഗ്രസ് ഭരണത്തിലുള്ള മധ്യപ്രദേശിലും രാജസ്ഥാനിലും പോലും ഓപ്പറേഷൻ താമരയുടെ വലയത്തിലാണ് മിക്ക കോൺഗ്രസ് നേതാക്കളും നിലവിൽ നിൽക്കുന്നത്. ഇങ്ങനെ പോയാൽ സോണിയാഗാന്ധിയും മക്കളും ഒഴികെ മറ്റെല്ലാവരും കാവി അണിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പരിഹസിക്കുന്നത്. ഒരു കേഡർ പാർട്ടിയല്ല എന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിക്ക് പ്രധാന കാരണം. എന്താണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എംഎൽഎമാരും അന്തം വിടും. അച്ചടക്കം, പാർട്ടി വിധേയത്വം എന്നിവ മുതിർന്ന നേതാക്കൾക്ക് പോലും കോൺഗ്രസിനോടില്ല. പാർട്ടിയുടെ മുഖമായ ദേശീയ വക്താക്കൾ പോലും കാവി അണിഞ്ഞത് ഇതിനുദാഹരണമാണ്. എംഎൽഎ ടിക്കറ്റും എംപി ടിക്കറ്റുമെല്ലാം ലഭിക്കാൻ ഹൈക്കമാൻഡിലെ ഏതെങ്കിലും നേതാവിന്റെ പിന്തുണയും നോട്ടുകെട്ടുകളും മാത്രം മതിയാകും. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റു നേതാക്കളാകട്ടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ ഔട്ടാവുകയും ചെയ്യും. ഇങ്ങനെ സീറ്റുകൾ തരപ്പെടുത്തി വിജയിക്കുന്നവരെ അടർത്തി മാറ്റാനും എളുപ്പമാണ്. കാരണം അവർക്ക് ആരോടും വിധേയത്വമില്ല. പണം മുടക്കി സീറ്റ് വാങ്ങിയതിനാൽ അത് മുതലാക്കുക എന്ന ചിന്ത മാത്രമാണ് ഇത്തരം ജനപ്രതിനിധികളെ മുന്നോട്ട് നയിക്കുന്നത്. അവർ വാഗ്ദാനത്തിൽ വീണ് കാവിപാളയത്തിൽ ചേക്കേറുക എന്നത് സ്വാഭാവികമാണ്. കോൺഗ്രസിന്റെ അണികളിലും അനുഭാവികളിലും പാർട്ടിയോട് വെറുപ്പ് തോന്നാൻ ഇത്തരം കാലുമാറ്റങ്ങൾ കാരണമായി തുടങ്ങിയിട്ടുണ്ട്. ബിജെപി ആത്യന്തികമായി ലക്ഷ്യമിടുന്നതും ഈ തകർച്ച തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകളെ ഒഴികെ മറ്റ് ഏത് പാർട്ടിയുടെ ജനപ്രതിനിധികളെയും അടർത്തി മാറ്റാൻ എളുപ്പത്തിൽ കഴിയുമെന്നാണ് ബിജെപി നേതൃത്വം ഇപ്പോഴും അവകാശപ്പെടുന്നത്.